ഹായ്, എല്ലാവർക്കും നമസ്കാരം. റോബർട്ട് ബ്രൂസ് എന്ന രാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു രാജ്യത്തെ ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു. പക്ഷേ യുദ്ധത്തിൽ 7 തവണയോളം നിരന്തരം പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം തൻ്റെ രാജ്യത്തിൽ നിന്നും മെല്ലെ തൽക്കാലം അദ്ദേഹം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. ഒരു ഗുഹയിലെത്തിപ്പെട്ട അദ്ദേഹം കുറച്ച് സമയത്തിനിടയിൽ ആ ഗുഹയിൽ മുഴുവൻ കണ്ണോടിച്ചപ്പോഴാണ് ഒരു ചെലന്തി വല നെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ആ വല നെയ്യുന്നത് കണ്ടപ്പോൾ ഓരോ തവണയും ചിലന്തി വല നെയ്യും, അത് പരാജയപ്പെടും, വീണ്ടും നെയ്യും, അത് പരാജയപ്പെടും. അങ്ങനെ എത്രയോ തവണ പരാജയപ്പെട്ടതിന് ശേഷമാണ് ആ ചിലന്തി വല മനോഹരമായിട്ട് നെയ്യുന്നത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് രാജാവിന് വലിയൊരു പ്രചോദനമായി. കാരണം എത്ര തവണ പരാജയപ്പെട്ടാലും ഒരിക്കൽ വിജയമുണ്ടാകുമെന്ന ആത്മവിശ്വാസം അത് രാജാവിന് നൽകി. തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോവുകയും ആ ഒരു തവണത്തെ യുദ്ധത്തിൽ അദ്ദേഹം വളരെ വിജയം കൈവരിക്കുകയും ചെയ്തു. അത് നമുക്കൊരു പാഠമാണത്. എത്രയോ എക്സ്പീരിയൻസിന് ശേഷമാണ്, പരാജയങ്ങൾക്ക് ശേഷമാണ് ഒരു വിജയം ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു കുട്ടി എത്ര തവണ വീണിട്ടാണ് നടക്കുന്നത് അല്ലേ, നടക്കാൻ പഠിക്കുന്നത്. ഇപ്പോൾ ഞാനൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ നല്ലൊരു ക്ലാസ് എടുക്കുന്ന മോട്ടിവേഷൻ ട്രെയിനർ ആവണമെന്നുള്ളത് എൻ്റെ കുറേ കാലഘട്ടമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്, കാലങ്ങളായിട്ടുള്ള. അപ്പോൾ ആദ്യ തുടക്കത്തിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒത്തിരി പരാജയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കരഞ്ഞു പോന്നിട്ടുണ്ട്, വിഷമിച്ച് നിന്നിട്ടുണ്ട്, വാക്കുകൾ കിട്ടാതെ വന്നിട്ടുണ്ട്, ചിലവരൊക്കെ കളിയാക്കിയിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടെ തന്നെ നിന്നു. കാരണം ഓരോ ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ ഓരോ പാഠം പഠിക്കുകയായിരുന്നു. അങ്ങനെ ആവരുത്, ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ കണ്ണിൽ നോക്കി സംസാരിക്കണം, വാക്കുകൾക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ വായിക്കണം, അറിവ് നേടണം എന്നുള്ള രീതിയിലുള്ള പല അനുഭവങ്ങളിലൂടെയാണ് ഞാനൊക്കെ ഒരു അവസാനം ഇപ്പോൾ നല്ലൊരു മോട്ടിവേഷൻ ട്രെയിനർ ആണെന്ന് മറ്റുള്ളവർ പറയുന്നു. അങ്ങനെ ആവും എന്ന് ഞാനും സ്വയം വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കാനും, ആ ക്ലാസ് ഒരു 1 hour ആണെങ്കിൽ ആ 1 hour മറ്റുള്ളവരുടെ ശ്രദ്ധയെ എവിടെയും പോകാതെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവിലേക്ക് സ്വയം വന്നെങ്കിൽ അതെൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതും എൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. കാരണം യൂട്യൂബിൽ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് അല്ലേ. ചിലപ്പോൾ വീഡിയോ സമയത്ത് തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്, ചിലപ്പോൾ ഡിസ്ലൈക്സുകൾ വരാറുണ്ട്, ഒക്കെ വരാറുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊന്നും പിന്മാറാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ വീഡിയോ എൻ്റെ താല്പര്യമാണ്, എൻ്റെ സന്തോഷമാണ്. അറിവുകൾ നിങ്ങളിലേക്കായി പങ്കുവെക്കുന്നത് എൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അതിൽ നിന്നുള്ളൊരു പിന്മാറ്റമില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു. എല്ലാം ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അല്ലേ. എല്ലാ കാര്യങ്ങളും നിരന്തരം പരിശ്രമിച്ചാൽ മാത്രമേ എന്തിലും ഒരു വിജയം കണ്ടെത്താൻ സാധിക്കൂ. അപ്പോൾ നിരന്തരമായി പരിശ്രമിക്കൂ, വിജയം സുനിശ്ചിതമാണ്. താങ്ക്